ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് ഒരു സ്റ്റെബിലിറ്റി പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുമ്പോഴാണ് വീണ്ടും ഇറാൻ സംഘർഷവും ക്രൂഡ് ഓയിൽ പ്രൈസും ഒക്കെ മാർക്കറ്റിനെ വീണ്ടും പിടിച്ചു കുലുക്കാൻ എത്തിയിരിക്കുന്നത്. ഈ 2026 വർഷം പിറന്നതിന് ശേഷം ഒരു സിംഗിൾ ഡേയിൽ 500 പോയിന്റിൽ അധികം ഇടിയുന്നത് 2-3 സന്ദർഭങ്ങളിൽ മാത്രമാണ്. അപ്പോൾ 500 പോയിന്റിന് മേലെയുള്ള ഒരു സിംഗിൾ ഡേ ഫോളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്ര വലിയ ഇടിവിലേക്ക് നയിച്ചത് ഇറാനും US തമ്മിലുള്ള ഒരു വാർ വീണ്ടും എസ്കലേറ്റ് ചെയ്തുകൊണ്ട് ക്രൂഡ് ഓയിലിനെ വലിയ തോതിൽ അത് ബാധിച്ചിരിക്കുകയാണ്. ഇന്ന് 6% മുകളിലോട്ട് പോയിട്ട് $78 പെർ ബാരൽ എന്ന അവസ്ഥയിലേക്ക് ക്രൂഡ് ഓയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ രണ്ടാമത് ഇപ്പോൾ തുടങ്ങാനുള്ള കാരണം ഒരു സ്ട്രാറ്റജിക് പോയിന്റ് ആയിട്ടുള്ള സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ ഖത്തറിൻ്റെയും സൗദിയുടെയും ഉൾപ്പെടെയുള്ള 3 കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായിട്ട് US സെൻട്രൽ കമാൻഡ് അറിയിച്ചതിനെ തുടർന്ന് ഇറാനിലെ 80ഓളം കേന്ദ്രങ്ങളിൽ അമേരിക്ക അതിശക്തമായിട്ടുള്ള ഒരു വ്യോമാക്രമണമാണ് നടത്തിയത്. അപ്പോൾ ഇതാണ് ഈ മേഖലയിൽ വമ്പിച്ച യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യോമാക്രമണത്തിന് പുറമെ ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് നൽകിയിരിക്കുന്ന ഇളവുകൾ US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് റദ്ദാക്കുകയും പുതിയ സാങ്ഷൻസ് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ ഗ്ലോബലായിട്ടുള്ള ഒരു എണ്ണ വിതരണം തടസ്സപ്പെടുമെന്നുള്ള ഒരു ആശങ്ക വളരെയധികം ശക്തമായിരിക്കുകയാണ്. അപ്പോൾ ഈ ഹോർമസ് സ്ട്രെയ്റ്റിൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്താൻ ഇറാനെ പ്രകോപിപ്പിച്ചതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഇറാന്റെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള ഖമേനിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്ത് ഇപ്പോൾ ഒരു ദുഃഖാചരണം നടക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആവർത്തിച്ച് യുദ്ധഭീഷണികൾ മുഴക്കുകയും ഒത്തുതീർപ്പിന് തയ്യാറല്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇറാൻ പ്രതികരിച്ചത് ട്രംപ് തന്റെ ഭീഷണികൾ നിർത്തണമെന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാൻ തയ്യാറാവുകയുള്ളൂ എന്നുമാണ്. അപ്പോൾ ഈ ട്രംപിൻ്റെ ഈ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇറാനെ യഥാർത്ഥത്തിൽ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഖമേനിയുടെ ഫ്യൂണറൽ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇറാനിലെ പബ്ലിക്കിൻ്റെ ആ ഒരു റെസ്പോൺസ് അമേരിക്കക്കെതിരെ അതിശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിനുണ്ടാവാം. ഇതുകൂടാതെ ഹോർമസ് സ്ട്രെയ്റ്റിലൂടെയുള്ള ആ ഒരു ഷിപ്പ് മൂവ്മെന്റ് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിട്ട് ഗ്ലോബലായിട്ട് ഒരു സമ്മർദ്ദം പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇറാന്റെ എപ്പോഴത്തെയും തന്ത്രം. ഇപ്പോഴത്തെ ഈ ഒരു സീസ് ഫയറിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ US ഗൾഫ് രാജ്യങ്ങളും ഒമാൻ്റെ തീരത്തുകൂടി ഇറാൻ്റെ അനുമതിയില്ലാതെ പുതിയ പാതകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജൂലൈ ഫസ്റ്റ് വീക്കിൽ ഖത്തറിൻ്റെയും സൗദിയുടെയും കപ്പലുകൾ ഇത്തരത്തിൽ ഇറാൻ്റെ റൂട്ട് മാപ്പ് അനുസരിക്കാതെ സഞ്ചരിച്ചതാണ് ഇപ്പോൾ ഇറാൻ അവരെ ആക്രമിക്കാൻ കാരണം. ഇതുകൂടാതെ ജൂലൈ 7 അങ്കാറയിൽ നടന്ന നാറ്റോ സമ്മിറ്റിനിടെ ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, UAE രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഈ ഹോർമസ് സ്ട്രെയ്റ്റിലെ ഇറാൻ്റെ സ്വാധീനം കുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളും അയൽ രാജ്യങ്ങളും ചേർന്ന് തങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ഒരു തോന്നൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതും ഇത്തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു സൈനിക നീക്കത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ഒരു താൽക്കാലിക ധാരണകൾ പൂർണ്ണമായിട്ടും അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചെന്ന് മാത്രമല്ല, ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ ചെങ്കടലിലേക്കും പേർഷ്യൻ ഗൾഫിലേക്കും കൂടുതൽ യുദ്ധക്കപ്പലുകളും വ്യോമസേന വിമാനങ്ങളും വിന്യസിപ്പിക്കാൻ പെന്റഗൺ ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറാന് ഈ ഹോർമസ് സ്ട്രെയ്റ്റിലൂടെയുള്ള ഷിപ്പ് മൂവ്മെന്റ് പുതിയ നിയന്ത്രണങ്ങളും പരിശോധനകളും ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. US സഖ്യകക്ഷികളും തങ്ങളെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയാൽ ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള എണ്ണക്കടത്ത് പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തുമെന്നുള്ള സൂചനയാണ് ഇറാൻ നൽകുന്നത്. എങ്കിലും അവിടെ യുദ്ധ അന്തരീക്ഷം ഒഴിവാക്കാൻ ഒമാനും ഖത്തറും ഇരു വിഭാഗങ്ങളുമായി അടിയന്തര ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ US കടുത്ത സാങ്ഷൻസുമായിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ ഏതായാലും ഈ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത് നാസ്ഡാക്ക്, S&P 500 പോലെയുള്ള US മാർക്കറ്റിൽ നെഗറ്റീവിലാണ് ക്ലോസിംഗ് ഉണ്ടായത്. അതുപോലെ തന്നെ ജപ്പാൻ, കൊറിയ പോലെയുള്ള ഏഷ്യൻ മാർക്കറ്റുകളും ഇന്ന് നഷ്ടത്തിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റ് മാർക്കറ്റുകളൊക്കെ അപേക്ഷിച്ചിട്ട് എണ്ണ വിലയോട് വളരെയധികം സെൻസിറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിലാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്രോസ് മാർക്കറ്റ് ക്യാപ്പിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്ന വ്യത്യാസമില്ലാതെ പൂർണ്ണമായിട്ടും ചുവപ്പിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അക്രോസ് സെക്ടർ ഇൻഡെക്സുകളിലും ഒരു കംപ്ലീറ്റ് ബ്ലഡ് ബാത്താണ് നമ്മൾ കാണുന്നത്. ഇന്ന് മൊത്തത്തിൽ 24% സ്റ്റോക്കുകൾ മാത്രമാണ് മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്തത്. 72% സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 50യിൽ ആകെ 4 സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. അവിടെ ആകെ 1% നേട്ടം ഉണ്ടാക്കിയത് ONGC മാത്രമാണ്. നമുക്കറിയാം, ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുമ്പോൾ ONGC, ഓയിൽ ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകൾ മാത്രമാണ് മാർക്കറ്റിൽ ഉയരാറുള്ളത്. ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളായതുകൊണ്ടാണ് അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഹൈക്ക് അവർക്ക് ഗുണമായി മാറുന്നത്.
അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സിനാരിയോ നമ്മൾ പരിശോധിച്ചാൽ നിലവിലുള്ള ഈ ഒരു തകർച്ച ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക തകരാറുകൾ കൊണ്ടല്ല, മറിച്ച് താൽക്കാലികമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആണ് കാരണം. അതുകൊണ്ട് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ ചില ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഒന്ന്, US ഇറാൻ തമ്മിലുള്ള തർക്കങ്ങളിൽ ഒരു അയവ് വരണം, പുതിയൊരു ചർച്ചയ്ക്ക് വഴി തുറക്കണം. അങ്ങനെ ആകുമ്പോൾ വളരെ വേഗത്തിൽ ഒരു വി ഷേപ്പ് റിക്കവറി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒപെക് രാജ്യങ്ങൾ അവരുടെ എണ്ണ ഉൽപ്പാദനം കൂട്ടുകയോ ക്രൂഡ് ഓയിലിൻ്റെ വില ആ ഒരു 75-70 റേഞ്ചിൽ പിടിച്ചു നിർത്താൻ കഴിയുകയും ചെയ്താൽ ഒരുപക്ഷെ ഇന്ത്യൻ മാർക്കറ്റിന് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. അതുപോലെ നാളെ മുതൽ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വരാൻ പോവുകയാണ്. അപ്പോൾ അവർ മികച്ച ലാഭം രേഖപ്പെടുത്തുകയാണെങ്കിൽ അതും മാർക്കറ്റിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സഹായിച്ചേക്കും. എങ്കിലും ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു ട്രേഡർ എന്ന നിലയിൽ മാർക്കറ്റ് ഒരു ശാന്തമാകുന്നത് വരെ പുതിയ നിക്ഷേപങ്ങൾ നടത്താതെ ജാഗ്രത പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റിൻ്റെ ഈ ഒരു വളറ്റിലിറ്റി വരും ദിവസങ്ങളിലും തുടരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാബിളായിട്ടുള്ള ലെവലിലേക്ക് മാർക്കറ്റ് വരുന്നത് വരെ തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും സുരക്ഷിതം. നമ്മൾ ഇന്ന് F&O മാർക്കറ്റിലെ ട്രേഡിംഗ് വോളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് കാണാം. അതിൽ പറയുന്നത് 20 മുതൽ 25% വരെ ഈ ട്രേഡിംഗ് വോളിയം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, മാർക്കറ്റിൽ അമിതമായ സ്പെക്കുലേഷൻസ് കാരണം F&O ട്രേഡിങ്ങിൽ വലിയ തോതിലുള്ള നഷ്ടങ്ങളാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ള പുതിയ നിയമങ്ങളുമൊക്കെ ഈ F&O മേഖലയിലുള്ള ആ ഒരു ബിസിനസ് വലിയ തോതിൽ ഇടിയാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രോക്കർമാർക്ക് ബാങ്കുകൾ നൽകുന്ന ഫണ്ടിന്മേൽ റിസർവ് ബാങ്ക് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മുമ്പ് ബ്രോക്കർമാർക്ക് കുറഞ്ഞ തുക ഈടായിട്ട് വെച്ചുകൊണ്ട് ബാങ്കുകളിൽ നിന്ന് വലിയ തുക വാങ്ങി എക്സ്ചേഞ്ചുകളിൽ മാർജിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം കൊലാറ്ററായിട്ടുള്ള 50% സെക്യൂരിറ്റി നൽകണമെന്നും അതിൽ തന്നെ 25% പ്യുവർ ക്യാഷായിട്ട് നൽകണമെന്നും RBI നിഷ്കർഷിച്ചിരുന്നു. ഇതുകൂടാതെ ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ സ്വന്തം പണം ഉപയോഗിച്ച് നടത്തുന്ന വലിയ പ്രൊപ്രൈറ്ററി ട്രേഡിങ് അതിൽ ബാങ്ക് വായ്പകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു നിയമവും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ ഈ ട്രേഡിംഗ് വോളിയത്തിൽ 40 മുതൽ 60% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ആണ്. അപ്പോൾ അവിടെയാണ് വലിയൊരു ബ്ലോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഷെയറുകൾ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ബാങ്കിൽ നിന്ന് പണമെടുക്കുമ്പോൾ 40% ഹെയർ കട്ട് നിർബന്ധമാക്കിയിരുന്നു. അതായത് 100 രൂപയുടെ ഷെയർ നൽകിയാൽ ബാങ്ക് 60 രൂപ മാത്രമേ വായ്പയായിട്ട് കണക്കാക്കുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ബ്രോക്കർമാരുടെ മൂലധന ചെലവ് വൻതോതിൽ വർദ്ധിക്കുകയും അവർക്ക് ലഭിച്ചിരുന്ന ആ ഒരു ലീവറേജ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറയുകയും ചെയ്തു. ഇതുകൂടാതെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ കാരണം മാർക്കറ്റിലുള്ള ഒരു വളറ്റിലിറ്റി കാരണം എക്സ്ചേഞ്ചുകൾ ഈടാക്കുന്ന മാർജിൻ എമൗണ്ട് വർദ്ധിച്ചതും വലിയ തുകയുടെ പൊസിഷനുകൾ എടുക്കുന്നതിൽ നിന്ന് ട്രേഡർമാരെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഇതുകൂടാതെ F&O ട്രേഡിങ്ങിന് മേൽ STT നിരക്കുകൾ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ വളരെ വലിയ വ്യത്യാസങ്ങളിൽ ലാഭം എടുക്കുന്ന ട്രേഡേഴ്സിന് ഈ ഉയർന്ന നികുതി വലിയൊരു ബാധ്യതയാണ്. ഇപ്പോൾ ലാഭത്തേക്കാൾ കൂടുതൽ തുക നികുതിയായിട്ട് കൊടുക്കേണ്ടി വരുന്നത് ട്രേഡിംഗ് കുറയാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ തോതിൽ ബാങ്ക് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിൽ വോളിയം നിലനിർത്തിയിരുന്ന പ്രൊപ്രൈറ്ററി ട്രേഡേഴ്സിനും അതുപോലെ വൻകിട ബ്രോക്കേഴ്സിനും പുതിയ RBI നിയമത്തോടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം മുടക്കേണ്ടി വന്നു. ഒപ്പം ഉയർന്ന STTയും മാർക്കറ്റിലെ ഒരു വളറ്റിലിറ്റിയും കൂടി ആയപ്പോൾ അവർ ട്രേഡിംഗ് വോളിയം കുറക്കാൻ നിർബന്ധിതരായി. അപ്പോൾ ഇത് മാർക്കറ്റിലെ ലിക്വിഡിറ്റി കുറയാൻ കാരണമായിട്ടുണ്ടെങ്കിലും ലോങ് ടേമിൽ ഈ സിസ്റ്റത്തിൻ്റെ റിസ്ക് കുറക്കാൻ ഇത് സഹായിക്കുമെന്നാണ് ലീഡിംഗ് അനലിസ്റ്റുകളൊക്കെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ടാണ് പൊതുവെ ലോങ് ടേമിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനി നമ്മൾ ഇന്ന് പ്രമുഖ റിസർച്ച് ബ്രോക്കറേജ് ആയിട്ടുള്ള നൊവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് പുറത്തുവിട്ട പവർ സെക്ടർ കമ്പനികളുടെ Q1 പ്രിവ്യൂ, അതുപോലെ അവരുടെ റേറ്റിങ്ങും ടാർഗറ്റ് പ്രൈസുകളും നോക്കുകയാണെങ്കിൽ അവിടെ അവർ ജനറലായിട്ട് പറയുന്നത് ശക്തമായ ഇലക്ട്രിസിറ്റി ഡിമാൻഡും അതുപോലെ യൂട്ടിലിറ്റി പ്ലാന്റുകളുടെ മികച്ച പ്രവർത്തനവും കാരണം പവർ കമ്പനികളുടെ ലാഭത്തിൽ 9% മുതൽ 11% വരെ ആനുവൽ ഗ്രോത്ത് നൊവാമ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില സ്റ്റോക്കുകളെ അതിൻ്റെ ടാർഗറ്റും റേറ്റിംഗും നൽകിയതായിട്ട് കാണാം. അപ്പോൾ സിസ്ലോൺ എനർജിയിൽ അവരൊരു ഹോൾഡ് റേറ്റിംഗ് കൊടുത്ത് 56 എന്നുള്ളൊരു ടാർഗറ്റ് പ്രൈസാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ക്വാർട്ടറിലെ സിസ്ലോണിൻ്റെ ആ ഒരു ഓപ്പറേറ്റിംഗ് മാർജിൻ 18% നിൽക്കാൻ സാധ്യതയുണ്ടെന്നും നൊവാമ വിലയിരുത്തുന്നു. ഇതുപോലെ ഇനോക്സ് വിൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ബൈ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ടാർഗറ്റ് 123 എന്ന ലെവലിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ വരുമാനം 1000 കോടി രൂപയ്ക്ക് അടുത്തായേക്കുമെന്നും പുതിയ ഓർഡറുകൾ വരുന്നത് ഈ സ്റ്റോക്കിന് പോസിറ്റീവ് ആകുമെന്നും അവർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ മറ്റൊരു ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ടാറ്റ പവറിന് ഇവരൊരു റെഡ്യൂസ് റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് പൊസിഷൻ കുറക്കുക എന്ന റേറ്റിംഗ് ആണ്. ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് 390 ആണ്. അപ്പോൾ ഈ ക്വാർട്ടറിൽ
ടാറ്റ പവറിൻ്റെ ലാഭത്തിൽ 7% മുതൽ 7.5% വരെയുള്ള ഒരു വളർച്ച മാത്രമാണ് അവർ പ്രവചിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഇവർ ബൈ റേറ്റിംഗ് കൊടുത്തുള്ളത് NTPCക്കാണ്. 445 എന്നൊരു ടാർഗറ്റാണ് അവർ പ്രവചിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ടറിലുള്ള നൊവാമയുടെ ടോപ്പ് പിക്കാണ് NTPC. അതുപോലെ CESC എന്ന പവർ സ്റ്റോക്കിലും ഒരു ബൈ റേറ്റിംഗ് ആണ് അവർ കൊടുത്തുള്ളത്. 212 എന്ന ടാർഗറ്റാണ് നിശ്ചയിച്ചിരിക്കുന്നത്. CESCയും നൊവാമയുടെ ടോപ്പ് പിക്കായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ആക്മെ സോളാർ ഹോൾഡിങ്ങിലും ഒരു ബൈ റേറ്റിംഗ് ആണ് അവർ കൊടുത്തുള്ളത്. ടാർഗറ്റ് 345 എന്ന ലെവലിലാണ് നൽകിയിരിക്കുന്നത്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വഴി ലഭിക്കുന്ന വരുമാനം കമ്പനിയുടെ വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുമെന്നും നുവാമ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടോപ്പ് പിക്കായിട്ടാണ് അവർ ആക്മെ സോളാറിനെ കാണുന്നത്. എന്നാൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിൽ ടാറ്റ പവറിനെ പോലെ തന്നെ ഒരു റെഡ്യൂസ് റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 118 എന്നൊരു ടാർഗറ്റ് പ്രൈസാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും മൊത്തത്തിൽ നുവാമയുടെ ഒരു വിലയിരുത്തൽ നോക്കുകയാണെങ്കിൽ ഈ താപവൈദ്യുതി വിതരണം ചെയ്യുന്ന NTPC, CESC എന്നിവയും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി മേഖലയിലെ ആക്മ സോളാറും ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ടോപ്പ് പിക്കായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിലവിലുള്ള ഉയർന്ന വാല്യുവേഷൻ കാരണം ടാറ്റ പവർ, പവർ ഗ്രിഡ് എന്നിവയിൽ നുവാമ തൽക്കാലം വലിയ കുതിപ്പ് പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ ഭാവിയിൽ സോളാർ പ്ലസ് ബാറ്ററി ടെൻഡറുകളിലേക്ക് കൂടുതൽ മാറാൻ സാധ്യതയുള്ളതിനാൽ പവർ കമ്പനികളായിട്ടുള്ള സുസ്ലോൺ, ഇനോക്സ് വിൻഡ് എന്നിവയുടെ കാര്യത്തിലും നുവാമ അല്പം കോഷ്യസ് ആയിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.